നമസ്കാരം. ഏഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊന്നാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം. ഭൂമിശാസ്ത്രപരമായി അടുത്തിട്ടും പാകിസ്ഥാൻ എന്ന റോഡ് ബ്ലോക്ക് കാരണം പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള കരമാർഗമുള്ള നേരിട്ടുള്ള പ്രവേശനം അങ്ങ് അസാധ്യമായിരുന്നു. ഈ തടസ്സത്തെ മറികടക്കാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ പുതിയൊരു തന്ത്രപരമായ വാണിജ്യപാത തുറക്കുകയാണ്. ഉഭയകക്ഷി വ്യാപാരം കൂടുതൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിലെ ചബഹാർ തുറമുഖം പരമാവധി പ്രയോജനപ്പെടുത്തുവാനും സമർപ്പിത കാർഗോ വിമാന സർവീസുകൾ ആരംഭിക്കുവാനും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തീരുമാനിച്ചതായി ഇരു രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ വ്യവസായ വാണിജ്യ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസിയുടെ ഇന്ത്യ സന്ദർശനം വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, നിക്ഷേപം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധങ്ങളും സഹകരണവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ഇരുപക്ഷത്തിന്റെയും ശക്തമായ പ്രതിബദ്ധതയെ അടിവരയിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നവംബർ 19 മുതൽ 25 വരെ ഒരു ബിസിനസ് പ്രതിനിധി സംഘത്തോടൊപ്പം അസീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, നിക്ഷേപം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധങ്ങളും സഹകരണവും കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഇരുപക്ഷത്തിന്റെയും ശക്തമായ പ്രതിബദ്ധതയാണ് ഈ സന്ദർശനത്തിലൂടെ വ്യക്തമായത്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ശാശ്വത നേട്ടങ്ങൾ നൽകുന്ന ഈ സാമ്പത്തിക പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അഫ്ഗാനിസ്ഥാനുമായി അടുത്തു പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അസീസി കൂടിക്കാഴ്ച നടത്തി. ഇരു മന്ത്രിമാരും ഉഭയകക്ഷി ബന്ധങ്ങൾ, കണക്ടിവിറ്റി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇതിനു പുറമെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായും അഫ്ഗാൻ മന്ത്രി പ്രതിനിധി തല ചർച്ചകൾ നടത്തിയതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. വ്യാപാര സൗകര്യം, വിപണി പ്രവേശനം, കണക്ടിവിറ്റി, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ വിപുലമായ ചർച്ചകൾ നടത്തുകയും കാബൂൾ, ഡൽഹി, കാബൂൾ, അമൃത്സർ മേഖലകൾ എയർ കാർഗോ ഇടനാഴികൾ ആരംഭിക്കുമെന്നും ഇരുപക്ഷവും പ്രഖ്യാപിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം എന്നിവയെക്കുറിച്ചുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് വീണ്ടും സജീവമാക്കിയതിനെയും ഇരു മന്ത്രിമാരും സ്വാഗതം ചെയ്തു. ഖനനത്തിലും മറ്റ് ഉയർന്ന മൂല്യമുള്ള മേഖലകളിലും സഹകരണത്തിനുള്ള അവസരങ്ങൾ പര്യവേഷണം ചെയ്യാൻ സമ്മതിക്കുകയും കൂടാതെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അതത് എംബസികളിൽ വാണിജ്യ പ്രതിനിധികളെ നിയമിക്കുമെന്നും വാണിജ്യ വ്യവസായ സംയുക്ത ചേംബർ സ്ഥാപിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാൻ മന്ത്രി തന്റെ സന്ദർശന വേളയിൽ വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദയെ കണ്ടു. വ്യാപാര ബന്ധങ്ങളിലൂടെ അഫ്ഗാനിസ്ഥാനുമായി ഇടപഴകാനുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ താൽപര്യമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലുള്ളത്. പാകിസ്ഥാനുമായുള്ള ഗതാഗത ബന്ധം വഷളായതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക നഷ്ടം നേരിടുന്ന അഫ്ഗാനിസ്ഥാൻ വ്യാപാരികൾക്ക് ഈ പുതിയ ബദൽ പാത വലിയ ആശ്വാസകരമാകും. ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ $1 ബില്യൺ അമേരിക്കൻ ഡോളറിലധികം വിലമതിക്കുന്ന ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുവാനും അതിലൂടെ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്.